അല്ല, ഇത് നമ്മുടെ ബിജുവിൻ്റെ വീട് തന്നെയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ ഇതിൻ്റെ മറ്റൊരു വശത്തേക്ക് വന്നതാണ്. അതായത് മണ്ണിടിഞ്ഞതിൻ്റെ നേരെ എതിർവശത്തേക്ക് വന്നതാണ്. ഈ വീടിൻ്റെ തറഭാഗത്തേക്ക് ഇതിൻ്റെ മേൽക്കൂര വന്ന് പതിച്ച പോലുള്ള അവസ്ഥയിലേക്ക് സത്യത്തിൽ എത്തിയെന്നുള്ളതാണ്. മണ്ണ് ഇവിടെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പിന്നാമ്പുറമാണ് ശരിക്കും ഈ ഭാഗം. ഇതിൻ്റെ മുൻവശത്താണ് നാഷണൽ ഹൈവേ വരുന്ന പ്രദേശമുള്ളത്. ഇത് പിന്നാമ്പുറത്ത് വരുന്ന ഭാഗത്താണ് ഇത്രയധികം, അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ തറ നേരെ താഴേക്ക് ഇരുന്ന് പോയിട്ട് മേൽക്കൂര അടക്കം അതിലേക്ക് ഇരുന്ന് പോകുന്ന ഗതിയിലേക്കാണ് പോയത്. അതോടുകൂടി തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം വീടിനകത്തുണ്ടായിരുന്നവർ അപ്പോൾ എന്തോരം അമർന്നു പോയി എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. വീടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഒരു കട്ടിൽ കിടക്ക പോലുള്ള ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ച് വന്നിട്ടുണ്ട്. അത്തരത്തിൽ അപകടത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് പലപ്പോഴും വ്യക്തമാകുന്ന രീതിയിലാണ് ഈ കാഴ്ച, അല്ലെങ്കിൽ അത്രയും സങ്കടപ്പെടുന്ന രീതിയിലാണ് ഈ കാഴ്ചയുള്ളത്. നമ്മൾ സമീപവാസിയായിട്ടുള്ള ആളോട് കുറച്ച് നേരം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞത് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മളിവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, ഇതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അത്തരം വിഷയങ്ങളെക്കുറിച്ച് പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ചും അവർക്കങ്ങനെ കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും പറയാനില്ല. കാരണം ഈ വിഷയമുണ്ടായപ്പോൾ, ഈ മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചപ്പോൾ പോലും ആ വിഷയത്തിൽ അങ്ങനെ ക്രിയാത്മകമായൊരു ഇടപെടൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം പെട്ടെന്ന് എത്തിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശവാസികൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പലതും പറയുന്നുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം നമുക്ക് ഈ മേഖലയിലുള്ളവരോട് തന്നെ തിരിച്ചറിയാം. ഈ മണ്ണിടിച്ചിൽ ഇതിനു മുമ്പ് ഈ മേഖലയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? പ്രളയം ഉണ്ടായപ്പോൾ ഇതിനൊരു 500 മീറ്റർ അപ്പുറം മണ്ണിടിഞ്ഞ് ഒരു കുടുംബത്തിലെ 4 പേര് മരണപ്പെട്ടതാണ്. അതിനുശേഷം നാഷണൽ ഹൈവേയുടെ പണിയാണ് ഇതിന് വന്നത്. ഇതിന് വർഷങ്ങളായിട്ട് ഇവരിവിടെ താമസിക്കുന്ന ആളുകളാണ്. ഇത്ര വലിയ അപകടം ഇന്നേവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. പ്രദേശത്തെങ്ങും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല. ഇല്ല. മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വീണുണ്ടാകുന്ന ഉരുൾപൊട്ടലോ അപകടമല്ലാതെ മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീഴാൻ പ്രധാനമായ കാരണം നാഷണൽ ഹൈവേയുടെ അശാസ്ത്രീയമായ പണി തന്നെയാണ്. ആ കാര്യങ്ങൾ എപ്പോഴെങ്കിലും നാഷണൽ ഹൈവേ ആയിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ? MLA നിരവധി വട്ടം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തും ജനങ്ങളുടെ പരാതി കേട്ടും നേരിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെയും ഈ ഇടിഞ്ഞതിൻ്റെ നാഷണൽ ഹൈവേയുടെ തൊട്ട് മുകളിലുള്ള ബിജു ചേട്ടൻ ഇന്നലെയും കൊണ്ടുവന്ന് എറണാകുളത്ത് കാക്കനാടുള്ള ഇവരെ നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഏരാതി MLA പുള്ളിയുടെ കൃഷിയിടം സന്ദർശിച്ചിരുന്നു. കർഷക സംഘത്തിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. ശക്തമായി ഇടപെട്ടതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും ആരും ഇടപെടാനൊന്നും തയ്യാറായി. ഇടുക്കി ജില്ലാ കളക്ടർ വന്ന് പണിയരുത് എന്ന്, പണി നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആലുവ മൂന്നാർ റോഡ് അടിമാലി ടൗണിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് 2 ദിവസം ബ്ലോക്ക് ചെയ്തിട്ടാണ്. അതിനുശേഷം അടിമാലി ബൈപ്പാസ് ലൈബ്രറി റോഡിലൂടെയും കുമിളി ഹൈവേ കൂടെയാണ് വണ്ടി മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തൂല് വഴി പോയിക്കൊണ്ടിരിക്കുന്ന ആനച്ചാല് വെള്ളത്തൂല് ചിത്രപുരം വഴി മൂന്നാറിന് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ചെറു റോഡുകളിലൂടെ ചെറിയ വണ്ടി പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കളക്ടർ ഇടപെട്ടതാണ്, നാഷണൽ ഹൈവേ MLA ഇടപെട്ടതാണ്. ബന്ധപ്പെട്ട ആളുകളെ നേരിൽ വിളിച്ച് കളക്ടർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇവിടെ പണിയരുത്, അപകടമുണ്ടാകുമെന്ന്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇന്ന് പഞ്ചായത്ത് മെമ്പറും MLA അടക്കം 4 മണിയായപ്പോൾ ഇവിടെ വന്ന് ആളുകളെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ബിജുവും സന്ധ്യയും തൊട്ട് ക്യാമ്പിൽ നിന്ന് വന്ന് തറവാട്ടിൽ വന്നിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. മഴയൊന്നുമില്ലാത്തതുകൊണ്ട് ഇത്രയെങ്കിലും ആളുകൾക്ക് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞു. ഈ പ്രദേശത്ത് മഴ പെയ്ത് ഇപ്പോൾ കാണുന്ന മണ്ണും കല്ലും എല്ലാം ഒഴുകി അങ്ങോട്ട് ചെല്ലുകയായിരുന്നെങ്കിൽ വലിയ അപകടം, ഈ പ്രദേശത്ത് വലിയ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു. അതെന്താ, പക്ഷെ ആളുകളെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനും വലിയൊരു അപകടം നമ്മൾ കാണും. 56 വീടുകളിൽ 42 ആളുകളെയാണല്ലോ ക്യാമ്പിൽ വിട്ടിരിക്കുന്നത്. ഇപ്പം ഈ കോളനിയിൽ 56 വീടിൽ 42 ആളുകളെ കുടുംബസമേതം അങ്ങോട്ട് മാറ്റി, ക്യാമ്പിലേക്ക് മാറ്റി. ഇത് കോളനിക്ക് പുറത്തുള്ള വീടാണ്, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചല്ല. അത് അപകടം വരുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റിയില്ലാരും വലിയ ദുഃഖം ഉണ്ടായണം, വലിയ നിലയിൽ മണ്ണിടിയെന്ന് എപ്പോഴും വിചാരിച്ചു. ഒരിക്കലും മണ്ണിടിയെന്ന് വിചാരിച്ചില്ല. എന്തോ പ്രതീക്ഷിച്ച് ഇത് കണ്ട് പൊട്ടിക്കീറിയിരിക്കുന്ന കണ്ടിട്ടാണ് MLA അടക്കം വന്ന് പറഞ്ഞ് ആളുകളെ ബലമായിട്ട് അവിടെ മാറ്റുകയത്. ഉണ്ടാവില്ല. അവർ പോകുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ വളരെ ഷാർപ്പായി ഇടപെട്ടതിന് ശേഷമാണ് ആളുകൾ ഇവിടുന്ന് പോയത്.
ഇപ്പൊ പോയിരിക്കുന്ന ആളുകളുടെ പലരും വീട് ഇപ്പൊ മണ്ണിന്റെ അടിയിലാണല്ലോ. അവരിനിയിപ്പോ ഇതടക്കം 6 വീടുകൾ പോയിട്ടുണ്ട്. 6 വീടുകൾ പോയി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇരട്ട വീടുകളായിരുന്ന വീടുകൾ ലക്ഷം വീടുകളാക്കി കഴിഞ്ഞ VS ഗവൺമെൻറ് കേരളത്തിൽ മാതൃകാപരമായ ഒറ്റ വീട് പദ്ധതി ലക്ഷം വീടുകൾക്കുണ്ടാക്കിയ വീടാണ് കേരളത്തിൽ. ഇതൊരു പൈലറ്റ് പദ്ധതിയായിരുന്നു. വലിയ സന്തോഷകരമായി ജീവിച്ചു. അവരിനി എന്ത് ചെയ്യും? അവർക്ക് ഗവൺമെൻറ്റോ അല്ലെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റോ കോൺട്രാക്ടറോ സ്വന്തമായി സ്ഥലവും വീടും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് കിടക്കണ്ടേ? ന്യായമായ ഏതൊരു മനുഷ്യന്റെ ആവശ്യമാണല്ലോ അവന് കിടക്കുന്ന വീട്. ഇവർ അശാസ്ത്രീയമായ ജോലി കൊണ്ട് പോയതാണെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത ഡിപ്പാർട്ട്മെന്റിനുണ്ടല്ലോ, നാഷണൽ ഹൈവേക്ക് ഉണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.